ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ.ടി.എമ്മിൽ കാർഡ് കുടുങ്ങിയാൽ എന്തു ചെയ്യണം? എ.ടി.എമ്മിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ നമ്മുടെ കാർഡ് മെഷീനിൽ കുടുങ്ങിയാൽ അത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യ നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന പരിഭ്രമം മനസ്സിലാക്കാം. എന്നാൽ ഈ സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയും. എന്തുകൊണ്ടാണ് കാർഡ് കുടുങ്ങുന്നത്? 1. മെഷീൻ തകരാർ. എ.ടി.എമ്മിന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാകാം. ഇത് മെക്കാനിക്കൽ പ്രശ്നങ്ങളോ ഇലക്ട്രോണിക് തകരാറുകളോ ആകാം. 2. നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ. ബാങ്കിന്റെ സെർവർ കണക്ഷൻ ഇല്ലാതായാലോ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലോ എ.ടി.എമ്മിന് ബാങ്കിന്റെ സിസ്റ്റവുമായി ബന്ധപ്പെടാൻ കഴിയാതെ വരാം. ഇത് കാർഡ് വായിക്കുന്നതിൽ പരാജയം സംഭവിക്കാൻ കാരണമാകും. 3. തെറ്റായ പിൻ നമ്പർ. തുടർച്ചയായി തെറ്റായ പിൻ നമ്പർ നൽകിയാൽ എ.ടി.എമ്മിന്റെ സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കുകയും കാർഡ് കണ്ടുകെട്ടുകയും ചെയ്യും. 4. കാർഡ് തേയ്മാനം. കാർഡ് തേഞ്ഞു പോയാൽ അതിന്റെ മാഗ്നറ്റിക് സ്ട്രിപ്പ് ശരിയായി വായിക്കപ്പെടാതെ പോകും. ഇത് കാർഡ് കുടുങ്ങാൻ കാരണമാകാം. 5. മെഷീനിലെ മാലിന്യങ്ങൾ. എ.ടി.എമ്മിന്റെ കാർഡ് സ്ലോട്ടിൽ പേപ്പർ, പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങൾ കുടുങ്ങിയാൽ കാർഡ് ശരിയായി പ്രവർത്തിക്കില്ല. എന്തു ചെയ്യണം? 1. ശാന്തമായിരിക്കുക. ആദ്യപടി ശാന്തമായിരിക്കുക. പരിഭ്രമിക്കാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. 2. ബാങ്കിനെ വിളിക്കുക. ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കുക. ഫോൺ എടുത്ത് കസ്റ്റമർ കെയർ ഏജന്റിനോട് സംഭവം വിശദമായി വിവരിക്കുക. എ.ടി.എമ്മിന്റെ സ്ഥാനം കൃത്യമായി അറിയിക്കുക. ഏത് ബാങ്കിന്റെ എ.ടി.എം ആണെന്നും അറിയിക്കുക. 3. കാർഡ് ബ്ലോക്ക് ചെയ്യുക. കോൾ സെന്റർ ഏജന്റ് നിങ്ങളെ സഹായിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യുക. ഇത് അത്യാവശ്യമാണ്. കാർഡ് ബ്ലോക്ക് ചെയ്താൽ ആരും അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയില്ല. നിങ്ങളുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ കാർഡ് ബ്ലോക്ക് ചെയ്യാം. ഓരോ ബാങ്കിന്റെയും ആപ്പുകളിൽ കാർഡ് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ച് ഫോൺ വഴി കാർഡ് ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. 4. പുതിയ കാർഡിന് അപേക്ഷിക്കുക. കാർഡ് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പടി പുതിയ കാർഡിന് അപേക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ശാഖയിൽ പോയി പുതിയ കാർഡിന് അപേക്ഷിക്കുക. ബാങ്ക് നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ പുതിയ കാർഡ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബാങ്ക് ശാഖയിൽ നിന്ന് നേരിട്ട് പുതിയ കാർഡ് ലഭിക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴി വീട്ടിലേക്ക് കിട്ടുകയോ ചെയ്യും. 5. പോലീസിൽ പരാതി നൽകുക. നിങ്ങളുടെ കാർഡ് കുടുങ്ങിയ എ.ടി.എമ്മിന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നതും നല്ലതാണ്. ഇത് ആവശ്യമെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കും. ഓർമ്മിക്കുക, ഈ സാഹചര്യത്തെ നേരിടാൻ ശാന്തമായിരിക്കുക. ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കുക. ഈ നടപടികൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക. ബാങ്ക് ശാഖയിൽ നിന്ന് പുതിയ കാർഡ് ലഭിക്കുന്നതിനുള്ള സമയം ബാങ്കിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് നിർബന്ധമല്ല, എന്നാൽ ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഉപകരിക്കും. കാർഡ് ബ്ലോക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.